പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ്, കസ്റ്റിക ഒക്കാഡ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് തന്നെയാണ് ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നത്. ജനുവരി 31 വരെ മാത്രമേ NJPWയുമായിട്ടുള്ള ഒക്കാഡയുടെ കോൺട്രാക്റ്റ് ഉള്ളൂ എന്നും അതിനുശേഷം ഒക്കാഡ ന്യൂ ജപ്പാൻ്റെ ഭാഗം ആകില്ല എന്നുള്ളതും NJPW സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒക്കാഡയുടെ ഭാവി നല്ല രീതിയിൽ ആയിരിക്കട്ടെ എന്നുള്ളതും അവർ ആശംസിക്കുന്നുണ്ട്. ഒക്കാഡ മുൻപ് ഇങ്ങനെ ഒരു ഫ്രീ ഏജൻറ്റായി മാറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ WWE ക്രിയേറ്റീവ് ഹെഡായ ട്രിപ്പിൾ എച്ച് ഒക്കാഡയെ WWE കൂടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കരിക്കളം നീക്കിയിരുന്നു. അതിനുശേഷം അതിനോട് അനുബന്ധിച്ചുള്ള അതിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. AEWയും ഇതുപോലെ തന്നെ ഒക്കാഡയെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കരിക്കളം നീക്കിയിട്ടുണ്ട്. നിലവിൽ ടോണി ഖാൻ ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നത് അനുസരിച്ച് 2024 അവരുടെ ഏറ്റവും വലിയൊരു കൊല്ലമായിരിക്കുമെന്നാണ് ടോണി ഖാൻ പങ്കുവെക്കുന്നത്. അതിനർത്ഥം ഒക്കാഡയെ പോലെയുള്ള സൂപ്പർ താരങ്ങളെ AEWയിൽ കാണാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഒക്കാഡ ഇനി WWEയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മെയിൻ റോസ്റ്ററിലേക്ക് ഡയറക്റ്റ് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ജപ്പാനിലെ ഒരു സൂപ്പർ താരം ആണെങ്കിൽ പോലും അമേരിക്കയിലുള്ള ഒട്ടുമിക്ക പ്രൊഫഷണൽ റെസ്ലിംഗ് ആരാധകർക്കും ഒക്കാഡയെ പരിചിതമാണ്. കാരണം AEWൻ്റെ ഭാഗമായും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ അമേരിക്കൻ ഷോസിൻ്റെ ഭാഗമായും ഒക്കാഡ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒക്കാഡയെ പ്രത്യേകിച്ച് അമേരിക്കൻ ഫാൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് കുറച്ച് പ്രശ്നമായിട്ട് വരിക. പക്ഷേ WWE സംബന്ധിച്ച് അതൊരു മാനേജറെയൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ഒക്കാഡയെ ഒരു ടോപ്പ് സ്റ്റാറാക്കി ബിൽഡ് ചെയ്യാനും സാധിക്കും. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസിനെതിരെ ഒക്കാഡ മത്സരിച്ച് വിജയിച്ചാലും അമേരിക്കൻ ഓഡിയൻസ് തള്ളിപ്പറയില്ല എന്നുള്ളൊരു അഭിപ്രായവും എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. AEW തന്നെയായിരിക്കും ഒക്കാഡയുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അത് WWE കൊടുക്കുന്ന കോൺട്രാക്റ്റും AEW കൊടുക്കുന്ന കോൺട്രാക്റ്റും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒക്കാഡ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഏത് കമ്പനിയിലേക്ക് ഒക്കാഡ എത്തിയാലും ഒരു ടോപ്പ് സ്റ്റാർ പദവി, മെയിൻ ഈവൻറ്റ് പിക്ചർ തന്നെയായിരിക്കും ഒക്കാഡയ്ക്ക് എപ്പോഴും ലഭിക്കാൻ പോകുന്നത്. ഒക്കാഡ ജനുവരി 31 ശേഷം ഫ്രീ ഏജൻ്റ് ആയിരിക്കും എന്നുള്ളൊരു വാർത്തയാണ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് പുറത്തേക്ക്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.